ശ്രീ പ്രശാന്ത്, ഈ പാകിസ്ഥാൻ എല്ലാം കൊണ്ട് കലുഷിതമായി നിൽക്കുന്ന ഒരു രാജ്യമാണ്. നമുക്കറിയാം, പണ്ടേ ഇത് തീവ്രവാദത്തിന് വേണ്ടി അതിനെ വളർത്താനും അത് കൊണ്ടുപോകാനും വേണ്ടി ഉണ്ടായ ഒരു രാജ്യമാണ്. തീവ്രവാദ ഹബ്ബെന്ന് പറഞ്ഞാൽ പോലും അതൊരു അതിശയോക്തിയൊന്നുമല്ല, യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. അവിടെ എന്നും പ്രശ്നമാണ്. ഇപ്പോൾ ഇമ്രാൻഖാൻ അനുകൂലികൾ തന്നെ അവിടെ ഭരണകൂടത്തിന് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇമ്രാൻഖാൻ്റെ മോചനത്തിന് വേണ്ടി, അതുപോലെ സൈനികം വേറൊരു തരത്തിൽ നിലയുറപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. അഫ്ഗാനുമായിട്ടുള്ള പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയുമായിട്ട് എന്നും കൊടിയ ശത്രുതയിൽ തന്നെ നിൽക്കുകയാണ്. ഈ ആഭ്യന്തര കലാപത്തിനെല്ലാം പിന്നിൽ അവർ പറയുന്നത് ഇന്ത്യയാണെന്നാണ് പറയുന്നത്. അവിടുത്തെ ചെറുപ്പക്കാർ ഓർക്കുന്നുണ്ടല്ലോ, നരേന്ദ്രമോദിയെ വിളിച്ചതാണ്, ഞങ്ങളുടെ രാജ്യത്തെ രക്ഷിക്കൂ എന്നും പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാണ്. അപ്പോൾ മോദി നമ്മുടെ രാജ്യത്ത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവിടുത്തെ ചെറുപ്പക്കാർ മനസ്സിലാക്കുന്നുണ്ട്. അവർ ഇത്തരത്തിലുള്ള രാജ്യത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള തീവ്രവാദത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്തവരുണ്ട്. അവരാണ് ആ പോസ്റ്റ് ഇട്ടത്. അപ്പോൾ ഇന്ത്യയുടെ പേരിൽ പഴിചാരുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ആഭ്യന്തര കലഹത്തിന് കാരണം ഇന്ത്യയാണെന്ന് പരാതിപ്പെട്ടു തുടങ്ങി. അപ്പോൾ ആ പരാതി എനിക്ക് തോന്നുന്നു അമേരിക്കയോട് ആ പരാതി രേഖാമൂലം തന്നെ പറഞ്ഞിട്ടുണ്ട്. തെളിവുകൾ ആരായാൻ തെളിവുകളില്ല, പക്ഷേ ഇതെല്ലാം ചെയ്യുന്നത് ഇന്ത്യയാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ബലൂചിസ്ഥാനെ പ്രൊമോട്ട് ചെയ്യുന്നത്, പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെ വിഷയങ്ങൾ, അതിനകത്തെ ആഭ്യന്തര വിഷയങ്ങൾ, അതിനകത്ത് ഈ പറയുന്ന അഫ്ഗാൻ അനുകൂല തീവ്ര നിലപാടുള്ള ഭീകരവാദികളുടെ പ്രമോഷൻ, ഇതിനെല്ലാം ഉരുത്തിരിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തെ ഇടപെടിയിലാണ്. അല്ലെങ്കിൽ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗമായിട്ടുള്ള റോയാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ റോയാണെന്ന് പറയുമ്പോഴും ഈ മൊസാദ് പണ്ട് പല രാജ്യങ്ങളിലും അവരുടെ താല്പര്യം നടപ്പാക്കിയതുപോലെ ഇന്ത്യ മഹാരാജ്യം മറ്റ് രാജ്യങ്ങളിൽ കടന്നു കയറി അവരുടെ താല്പര്യം നടപ്പാക്കുന്നു. അതിനകത്ത് ഞങ്ങളുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കടന്നു കയറുന്നു. ഇപ്പം ഞങ്ങളുടെ രാജ്യത്ത് ഒരുപക്ഷെ അഫ്ഗാൻ പടയൊരുക്കം നടത്തുന്നതിനും ആ അഫ്ഗാൻ്റെ പടയൊരുക്കം ആഭ്യന്തര പടയൊരുക്കം സ്വരുക്കൂട്ടുന്നതിനും അല്ലെങ്കിൽ അതിന് പ്രമോഷൻ കൊടുക്കുന്നതിനും കാരണക്കാരൻ ഇവിടുത്തെ രഹസ്യാന്വേഷണ റോയൊക്കെയാണെന്ന് പറയുന്നത്. അവർ പറയുന്നത് പലരും മരിക്കുന്നത് തിരക്കുമ്പോൾ അത് ഇവിടുത്തെ പല ക്രിമിനൽസുമാണ് കൊല്ലുന്നത്. അവിടെങ്കിൽ ഇവിടുത്തെ ചില ഭീകര സംഘടനകളുടെ ഇടപെടൽ കൊണ്ടാണ് നടക്കുന്നത്. പക്ഷേ ഇവരെ എല്ലാം അത് ഉരുത്തിരിക്കുന്നത് ഇന്ത്യ മഹാരാജ്യമാണ് അല്ലെങ്കിൽ റോയാണെന്നാണ് പറയുന്നത്. അതായത് അവർ ഈ പറയുന്ന ഇവർ പറയുന്നതിനകത്തൊരു കാര്യമുണ്ട് സാറേ. ഇവർ പറയുന്നത് നമ്മളുടെ ഇവിടെ വന്ന് ആഭ്യന്തര കലഹം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇവിടെ സ്ഫോടനം ഉണ്ടാക്കി, ഇവിടെ ഈ പറയുന്ന വിമാനം തട്ടിക്കൊണ്ടുപോയവൻ, ഇവിടെ നമ്മുടെ ബോംബെ സ്ഫോടനത്തിൽ 92 പേരെ കൊന്നിട്ട് ശേഷം പാകിസ്ഥാനിൽ കയറി ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ മരിക്കുക, ഒരു ഘട്ടത്തിൽ വിഷം ഉള്ളിൽ ചെന്ന് മരിക്കുന്നു, നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിൽ അജ്ഞാതൻ്റെ വെടിയേറ്റ് മരിക്കുന്നു. പല രീതിയിലും മരണം സംഭവിക്കുകയാണ്. അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ താല്പര്യം അനുസരിച്ചാണ്. ഇവനെയൊക്കെ ഇവിടെ വിട്ട് ഇവിടെ ഇന്ത്യക്കകത്ത് പ്രശ്നം ഉണ്ടാക്കി ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് ആഭ്യന്തര കലഹം ഉണ്ടാക്കിയിട്ട് തിരിച്ച് സേഫായിട്ട് എന്ന് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് കാലാകാലങ്ങളായിട്ട് പാകിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതും, അതെങ്കിൽ പാകിസ്ഥാൻ ഏറ്റവും സേഫാണ്. അത് പണ്ട് ബോംബെ സ്ഫോടന കേസിലെ പ്രതി ഉണ്ടായിരുന്നല്ലോ, ഒരു നമ്മുടെ ഏറ്റവും വലിയ ദാവൂദ് ഇബ്രാഹിമിനെ അവരല്ലായിരുന്നു സംരക്ഷിച്ചത്. ഞങ്ങൾ സംരക്ഷിച്ചോളാം, നിങ്ങളവിടെ കയറി എന്തും ചെയ്തിട്ട് ഇങ്ങ് പോരെ എന്ന് പറയുന്ന രീതിയിൽ, ഇൻഡയറക്റ്റായിട്ട് പറയുന്ന രീതിയിൽ പലരെയും സംരക്ഷിച്ചു പോയിട്ടിരുന്ന പാകിസ്ഥാനിൽ ഇന്ന് എവിടെ ഇരുന്നാലും ഇന്ത്യക്കകത്ത് പ്രശ്നമുണ്ടാക്കിയിട്ട് പാകിസ്ഥാനിൽ പോയി എവിടെ ഇരുന്നാലും മരണം അടുത്ത് ചെന്ന് എടുത്തുകൊണ്ട് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇതാണ് അവർ പറയുന്നത്. അപ്പം പറയുമ്പോൾ ഇത് ഇന്ത്യ ചെയ്തെങ്കിൽ ഇന്ത്യ തെളിവ്, ഇന്ത്യയിൽ ആരെങ്കിലും വന്ന് ചെയ്തോ, ഇതൊരു വലിയ വിഷയമായിട്ട് ഭാഷ. അതായത് ഇന്ത്യ മഹാരാജ്യത്തിന് ഈ പറയുന്ന ഒരു പോളിസി ഉണ്ടല്ലോ. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പോളിസി നമ്മളടിക്കും. നമ്മളൊരു രാജ്യത്തിലും കടന്നു കയറുന്നതിനോടോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതിനോടോ നമുക്ക് താല്പര്യമില്ല. വേറൊരു രാജ്യത്തിനകത്ത് മറ്റൊരു രാജ്യം കടന്നു കയറുമോ, അല്ലെങ്കിൽ വേറെ രാജ്യത്തിനകത്ത് മറ്റൊരു രാജ്യം തീവ്രവാദ പ്രവർത്തനം അല്ലെങ്കിൽ തീവ്രവാദം നടത്തുമോ, ഇതിനകത്തൊന്നും നമുക്ക് താല്പര്യമില്ല. അപ്പം നമ്മുടെ അടുത്ത് കടന്നു കയറിയിട്ടുള്ള സമയത്ത് നമ്മൾ ഏത് രാജ്യത്തിനാണ്
ഏത് രാജ്യം ഇന്ന് അമേരിക്ക ഇവിടെ കടന്നു കയറി ആക്രമിക്കാൻ തുടങ്ങിയാലും അമേരിക്കയുമായിട്ട് യുദ്ധം ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. അത് അമേരിക്കയ്ക്ക് ഉൾപ്പെടെ അറിയാം. ലോകത്തൊരു രാജ്യവും ഒരു നടയ്ക്ക് പണ്ട് ഇന്ത്യയെ കയറി മുട്ടാൻ വരുന്ന അവസ്ഥയിൽ വരത്തില്ല. ചൈനയും വരത്തില്ല, പാകിസ്ഥാൻ വരത്തില്ല, ആരും വരത്തില്ല. കാരണം അത്ര എളുപ്പത്തിൽ രക്ഷപ്പെട്ട് പോകാൻ പറ്റുന്ന ഒരു രാജ്യമല്ലല്ലോ. ലോകത്തെ സൈനിക ശക്തി എന്ന് പറയുമ്പോൾ തന്നെ നാലാമതൊക്കെ കണ്ട് നിൽക്കുകയാണ്. അത് ലോകത്ത് ഒരു രാജ്യത്തിനും ഇന്ത്യക്കകത്ത് എന്തെല്ലാം ഉണ്ട്, നമ്മുടെ അറിയുന്ന വെടിക്കോപ്പുകളെ പറ്റിയും ആയുധ ശേഖരത്തെ പറ്റിയും മുങ്ങിക്കപ്പലുകളെ പറ്റിയും വിമാനങ്ങളെ പറ്റിയൊക്കെയല്ലേ അറിയാത്ത എന്തും വേണ്ടി നമ്മളുടെ കയ്യിൽ ഇരിപ്പുണ്ടെന്ന് പല രാജ്യങ്ങൾക്കും അറിയത്തില്ല. അപ്പോൾ ആ രീതിയിൽ ഒരു ഏറ്റുമുട്ടലിന് രാജ്യങ്ങൾ തയ്യാറാവാതെ വരുമ്പോൾ പാകിസ്ഥാനെ പോലെ അല്ലെങ്കിൽ ഇന്ത്യയെ ആക്രമിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാനെ പോലെയുള്ള രാജ്യങ്ങൾ ആ പാകിസ്ഥാനെ ഉപയോഗിച്ച് ചൈനയുടെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ താല്പര്യം നടപ്പാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇന്ത്യക്കകത്തേക്ക് ഈ തീവ്ര ഗ്രൂപ്പുകളെ പറഞ്ഞു വിടുന്നതിനും ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നം ഉണ്ടാക്കുന്നതിനും ബംഗ്ലാദേശിനെ പോലുള്ള രാജ്യങ്ങളെ ഉരുത്തിരിച്ച് വെക്കുന്നവർക്ക് കൃത്യമായ മറുപടിയാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ രാജ്യത്ത് നേരത്തെ കടന്നു കയറി, നമ്മുടെ രാജ്യത്ത് കയറിയാൽ നമ്മൾ അടിക്കും. നേരത്തെ നമ്മുടെ ബാലക്കോട്ട് ആക്രമണം എങ്ങനെയായിരുന്നു? നമ്മുടെ പട്ടാളക്കാരെ കൊന്നു, നമ്മൾ കയറി അടിച്ചു, അതിർത്തി കയറി അടിച്ചു. പറഞ്ഞിട്ടാണല്ലോ ചെയ്തത്. നമ്മളെ ആക്രമിച്ചാൽ നമ്മൾ അതിർത്തി കയറി അടിച്ചു. അതാണ്. പക്ഷേ ഇവന്മാർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ പട്ടുപോലെ വളരെ കാലം കൊണ്ടാണ് ചെയ്യുന്ന പരിപാടി. ഇവിടെ പല ഘട്ടങ്ങളിലും നമ്മുടെ പാർലമെൻറ്റ് ആക്രമണം നടന്നില്ലേ, പല സ്ഫോടനങ്ങൾ നടന്നില്ലേ? ചോദിക്കുമ്പോൾ അയ്യോ അത് അവിടുത്തെ തീവ്രവാദിയാണ്, ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഇവനെ പടച്ചു വിട്ടുന്നു, ഒരുക്കി വിടുന്നു, ഇവനെ ട്രെയിൻ കൊടുക്കുന്നു, ഇവനെ ഇവിടെ കയറ്റി വിടുന്നതിനും എല്ലാ സംവിധാനവും ഉരുത്തിരിച്ചു കൊടുക്കുന്ന പാകിസ്ഥാനാണ്. ഔദ്യോഗികമായിട്ട് നോക്കുമ്പോൾ ഞങ്ങൾ വിട്ടിട്ടില്ല, നിഷേധിച്ചാൽ മതിയല്ലോ. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പം നമ്മളും അനൗദ്യോഗികമാണ്, അവിടെയൊക്കെ ഇരിക്കുക. ആൾക്കാർ ചാവുന്നു, ആരാ കൊന്നേ? എന്തെങ്കിലും തെളിവുണ്ടോ? ഈ രീതിയിലെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതിനിപ്പം നിവർത്തി കിട്ടും. കാരണം ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഈ പറഞ്ഞ തീവ്രവാദികൾ ഇവന്മാരാണല്ലോ ഇതിൻ്റെ പ്രോഡക്റ്റ്. ലോകത്തെവിടെ ഭീകരവാദികൾ ഉണ്ടാക്കുന്നതിൻ്റെ പ്രോഡക്റ്റ് ഇവന്മാരാണല്ലോ. ലോകമെല്ലാം ഇവരുടെ പേരിൽ പാകിസ്ഥാനിൻ്റെ ലോകമെല്ലാം പാകിസ്ഥാനിൻ്റെ ആളാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇവർ തന്നെ കണ്ടെത്തുമ്പോൾ ഇവരുടെ കയ്യിൽ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇതാരാ? അതിനകത്ത് മതവാദമായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ശരീഅത്ത് നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരുണ്ട്. അവരാ രാജ്യത്ത് ഈ മദ്രസകൾ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ മതപഠനം നടത്തുന്നത്. ഈ മദ്രസകളിലും മതപഠനത്തിലും നടക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് അതിനകത്ത് തീവ്രവാദം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് ഈ പറയുന്ന അക്രമം ഉണ്ടാകുന്നു. ഇത് തന്നെയാണ് ലോകത്തുടനീളം പടരുന്നത് കണ്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം നിയമം വരെ അല്ലെങ്കിൽ അതിന് നിയമം കൊണ്ടുവരുന്ന രീതിയിലേക്ക് പാകിസ്ഥാൻ പോയി. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ലോകത്തുടനീളം തീവ്രവാദികളെ ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്ന രാജ്യത്തും അല്ലെങ്കിൽ ശരീഅത്ത് നിയമമുള്ള രാജ്യത്തും ആ രാജ്യത്ത് ഇനിയും മദ്രസകൾ നടത്തണമെങ്കിൽ ആ രാജ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കുന്ന സിലബസ് അനുസരിച്ച് നടത്തിയാൽ മതിയെന്ന് പറയുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിയന്ത്രണം എത്രത്തിൽ വഷളായി. അല്ലെങ്കിൽ തീവ്രവാദത്തിൻ്റെ മൊത്ത വ്യാപാരമാണ്. വ്യാപാരം അവിടെ നിന്ന് വളരെ ഇല്ല. ഒരു സാധനം നശിച്ചു തുടങ്ങി പുഴുത്തു തുടങ്ങിയാൽ പിന്നെ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞ പോലെ അവിടെ തന്നെ അവർക്ക് പട്ടാളക്കാർക്ക് ജീവിക്കാൻ വയ്യ. പട്ടാള കാമ്പിൽ കയറി പൊട്ടിത്തെറിക്കും, സ്കൂളുകളിൽ കയറി പൊട്ടിത്തെറിക്കും, ആശുപത്രികളിൽ കയറി പൊട്ടിത്തെറിക്കും, പാർക്കുകളിൽ കയറി പൊട്ടിത്തെറിക്കും. എങ്ങും ആൾക്കാർക്ക് സമാധാനത്തിൽ ജീവിക്കാൻ വയ്യ. ഇവന്മാരെ മതപഠനം ബ്രെയിൻ വാഷ് ചെയ്തിട്ട് വിടുമ്പോൾ ഇവർ നോക്കുമ്പോൾ ഇതൊന്നും മതരാജ്യമല്ല, ഇതൊന്നും അള്ളാഹുവിൻ്റെ രാജ്യമല്ല, ഇവനെ പഠിപ്പിച്ചേക്കുന്ന രാജ്യമല്ല. അപ്പോൾ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിച്ചിട്ട് ഇവർ പഠിപ്പിച്ച് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം ഒരു ലോകമുണ്ട്, ദൈവത്തിൻ്റെ അടുത്ത് പോയി ജീവിക്കാൻ ദൈവം തന്നേക്കുന്ന സ്വർഗ്ഗതുല്യമായ സ്ഥലമുണ്ട്, അവിടെ ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അവർക്കെന്തോ അവർ ചെയ്യുന്ന പുണ്യകർമ്മമായി പൊട്ടിത്തെറിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ദൈവത്തിൻ്റെ രാജ്യം സൃഷ്ടിക്കാത്തവന്മാർ കാഫിറുകളാണ്. അപ്പോൾ ഇതൊന്നും ഇനി വേണ്ട, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള പഠനം വേണ്ട, വേറെ മതത്തിനെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള സിലബസുകൾ വേണ്ട. ഈ പറയുന്ന മതപാഠശാലകൾ എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിൻ്റെ കാര്യങ്ങളും ലോകത്തിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ പഠിപ്പിക്കുന്ന പൊളിറ്റിക്കലിയും അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടും ഈ കലാപരമായിട്ടും ഒക്കെ പഠിപ്പിക്കുന്ന രീതിയിൽ മതി, അത്തരത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ മതി എന്നുള്ള രീതിയിലേക്കായി. കാരണം ആ രാജ്യത്തിനകത്ത് ഉരുത്തിരിക്കുന്ന പ്രശ്നങ്ങൾ വ്യാപിപ്പിച്ച് പ്രധാനമായിട്ടും നമ്മളെയാണല്ലോ ആക്രമിച്ചത്, നമ്മൾ ചവിട്ടിക്കൂട്ടി ഒരു പരുവത്തിലാക്കി. ഇപ്പോൾ തന്നെ അതിനകത്ത് അഫ്ഗാൻ കടന്നുകയറ്റം, അഫ്ഗാൻ ഈ പറയുന്ന ഒരു പ്രദേശം അവർ പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രദേശം പിടിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ അവസ്ഥ എന്തോ? ആ പ്രദേശം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് റഷ്യ ഉൾപ്പെടെ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടി ഒരു പാതയാവുകയാണ്. ഈ അഫ്ഗാനിസ്ഥാൻ ആവശ്യപ്പെടുന്ന പാകിസ്ഥാൻ്റെ പ്രവേശം വന്നു കഴിഞ്ഞാൽ പിന്നെ അധിനിവേശ കാശ്മീരോടെ പിടിച്ചാൽ മതി. അപ്പം നമ്മൾക്ക് എങ്ങനെയും നേട്ടമാണ്.
അപ്പോൾ പാകിസ്ഥാൻ നോക്കുമ്പോൾ ഒരർത്ഥത്തിലും ഇന്ത്യയെ ഉപദ്രവിക്കാൻ പറ്റുന്നില്ല. അകത്തു നിന്നും വെളിയിൽ നിന്നും അടി കിട്ടുന്നു. ആരടിക്കുന്നതെന്ന് ചോദിച്ചാൽ അറിയത്തില്ല, ആവശ്യം പോലെ കിട്ടുന്നു. അത് എല്ലാം ഉരുത്തിരിക്കുന്നത് ഇന്ത്യയാണ്. ഇപ്പം തന്നെ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ കയറി കഴിഞ്ഞ ദിവസം മൂന്ന് വട്ടം വ്യോമാക്രമണം നടത്തി. അവരെ ആദ്യത്തെ ദിവസം അവരുടെ 50 പേര് മരിച്ചു. അവർ 15,000 പട്ടാളം ഇവിടെ കയറിയെന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതല്ലേ. അന്ന് തന്നെ 100 പേര് പട്ടാളക്കാർ തിരിഞ്ഞോടുക. അതിൻ്റെ കൂടെ തന്നെ അതിർത്തി കടന്ന അഫ്ഗാൻ സൈന്യം വരുന്നു. ഇവിടുന്ന് ഇതിനകത്ത് വിഷയം നടക്കുക. ഒരു രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല സാർ. ആഭ്യന്തര പാകിസ്ഥാൻ എത്ര കഷണമാവുമെന്ന് നാളെ കാലത്ത് നോക്കിയാൽ മതി എന്ന അവസ്ഥയിലേക്ക് പോവുക. കാരണം ഒരു രീതിയിൽ നിയന്ത്രിക്കാൻ ഇതിൻ്റെ എല്ലാം കാരണം ഇന്ത്യയാണ്. അഫ്ഗാൻ സൈന്യം ഇത്രയും ബലത്തിൽ ഇവർ വിരട്ടിയണക്കെ പോലും വിരളാത്ത രീതിയിൽ ഇപ്പം വേറെ രാജ്യവുമായിട്ടൊക്കെ സഖ്യത്തിൽ അടുത്തൊരു രാജ്യം അഫ്ഗാൻ്റെ ഏറ്റവും ശത്രുവായിട്ടുള്ള രാജ്യമുണ്ട്. ആ രാജ്യത്തിനകത്ത് സഖ്യമായിട്ട് ചെന്നപ്പോൾ അവിടെ നമ്മുടെ വ്യോമത്താവളമുണ്ട്. അവിടെ കൂട്ടുപിടിക്കാൻ നമ്മൾ വിചാരിച്ചാലേ അവിടെ ആ രാജ്യം പാകിസ്ഥാൻ പറയുന്നതിനെക്കാട്ടി മുമ്പേ നമ്മൾ പറഞ്ഞാൽ കേൾക്കും. അപ്പോൾ ഈ രീതിയിലേക്ക് ഒരു രക്ഷയുമില്ല. ഏത് രീതിയിൽ നോക്കുമ്പോൾ എല്ലാവരും ഇന്ത്യയുടെ ഭാഗമാണ്. അത് അഫ്ഗാനിസ്ഥാൻ യുവന്മാർ ഉരുത്തിരിച്ചെടുത്തതാണ്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ആരുടെ ഭാഗമാണ്? അഫ്ഗാനിസ്ഥാനെ ഞങ്ങൾ ഉരുത്തിരിച്ചെടുത്ത ഇന്ത്യ പണിയാൻ പറ്റി ആരുടെ ഭാഗം? നാളെ കാലത്ത് ഈ ബംഗ്ലാദേശിൻ്റെ അവസ്ഥ ഇത് വരാൻ പോവുക. ഈ ബംഗ്ലാദേശിനെ ഉരുത്തിരിച്ചെടുത്തല്ലോ. ഈ ബംഗ്ലാദേശ് അടിക്കാൻ പോകുന്നത് പാകിസ്ഥാനെയാണ്. അതിനുള്ള സംവിധാനം അവിടെ ഉരുത്തിരിച്ചുകൊണ്ടിരിക്കുക ഇന്ത്യ മഹാരാജ്. അപ്പോൾ ആ രീതിയിലേക്ക് ഇവർക്കൊന്നും പിടികിട്ടുന്നില്ല. എല്ലാം എഗൻസ്റ്റാണ്. അതായത് ഇന്ത്യയോട് എങ്ങനെ നേരെ കളിച്ചാലും അടി, വളഞ്ഞു വെച്ച് കളിച്ചാലും അടി, തീവ്രവാദികളെ ഇന്ത്യ കയറ്റി വിട്ടാലും അടി, അവിടെ അവന്മാർ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ മദ്രസകൾ ഉണ്ടാക്കുന്ന തീവ്രവാദികളെ അവന്മാരെ അടിക്കുക. എല്ലാത്തിൻ്റെയും കാരണക്കാരൻ ഇപ്പോൾ ഇന്ത്യയാണെന്ന് പറയുന്നത്. ഏതായാലും ഇന്ത്യയുടെ അടി 4 വഴിക്കൊന്നും മേടിച്ച് ചുരുട്ടിക്കൂട്ടി ഇപ്പോൾ പ്രശ്നവും പരാതിയുമായിട്ട് അമേരിക്കയിൽ ചെന്നിട്ടുണ്ട്. അമേരിക്ക അന്നേരം പറയുന്നത് ഞങ്ങൾക്കും പരാതിയുണ്ട്, പന്നിന് പരാതിയുണ്ട്, കാനഡയ്ക്ക് പരാതിയുണ്ട്. എല്ലാവർക്കും പരാതിയേ ഉള്ളൂ, തെളിവുകളില്ല. എല്ലാവർക്കും അറിയാം ചെയ്യുന്നത് ഇന്ത്യയാണ്. ആ രീതിയിലേക്ക് ഇന്ത്യ മഹാരാജ്യം വളർന്നിട്ടുണ്ട്. ആ രീതിയിലേക്ക് ഇന്ത്യ മഹാരാജ്യം പോയിട്ടുണ്ട്. ആർക്കും തടുക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള സംവിധാനങ്ങളുമായിട്ട് ഇന്ത്യ നിൽക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ ശത്രുക്കൾ എവിടെ നിന്നാലും ഇന്ത്യ മടയിൽ കയറി അടിക്കും. പാകിസ്ഥാനിലാണ് കൂടുതലുള്ളതുകൊണ്ട് പാകിസ്ഥാൻ നിരന്തരമായിട്ട് ആക്രമണം നടക്കും. ഇത്രയും